നമസ്കാരം. ഞങ്ങൾ കാക്കനാട് വാട്ടർ മെട്രോയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് കയറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഒരു ബോട്ട് സ്റ്റാർട്ടിങ്ങിലായിരുന്നു. കാരണം സമയം 11 മണി കഴിഞ്ഞായിരുന്നു. 11:15 തന്നെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി. ഇപ്പോൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 4 പേരുടെ ടിക്കറ്റ് അവരൊരു കാർഡായിട്ട് തന്നു. അപ്പോൾ ഞങ്ങളത് സ്വൈപ്പ് ചെയ്ത് ഓരോരുത്തർ അകത്ത് കയറി. അപ്പോൾ സമയങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യൂവിലേക്ക് വന്നു. നല്ലൊരു തിരക്കുണ്ട്. കാരണം വെക്കേഷൻ ആയതുകൊണ്ട് ടൂർ ഗ്രൂപ്പുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വൈപ്പ് ചെയ്ത് ഞങ്ങളിങ്ങനെ ബോട്ടിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇലക്ട്രിക് ബോട്ടാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത് അതിനകത്ത് തന്നെ ഉപയോഗിക്കുന്ന DG ആണ്. അപ്പോൾ ആ DGയുടെ സൗണ്ട് നമുക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് കയറാനായിട്ട് നല്ലൊരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഏരിയ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AC റൂമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് സേഫായിട്ടിരിക്കാം. അതുപോലെ ഇതിൻ്റെ പുറത്തേക്കൂടെ ഒന്നും ആ സമയത്ത് നടക്കാനുള്ളൊരു അവസരങ്ങളൊന്നുമില്ല മറ്റ് ബോട്ട് സർവീസുകളിലെ പോലെ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു AC റൂമിലിരുന്ന് ഗ്ലാസ്സിലൂടെ കാഴ്ച കാണുന്ന ഒരു രീതിയാണ് ഇപ്പോൾ വാട്ടർ മെട്രോയിൽ എനിക്ക് തോന്നിയൊരു കാര്യം. അപ്പോൾ ഞങ്ങളുടെ ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇനി വൈറ്റിലയിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്കൂടെയുള്ള കാഴ്ചകൾ തന്നെ നല്ല ഭംഗിയാണ്. കാരണം ചെമ്പക്കര കായലിലൂടെയാണ് നമ്മളിനി യാത്ര ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കാക്കനാട് ടെർമിനലിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ബോട്ട് സർവീസ് ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരു ബോട്ട് ഓപ്പോസിറ്റ് വരുന്നത് നമുക്ക് കാണാം. എന്തായാലും ഇതിനകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെക്ക് ഈ പ്രകൃതിയെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കാരണം ഏറ്റവും ഭംഗിയായിട്ട് കായലിലിരുന്ന് നമുക്കിതിൻ്റെ ഭംഗി ആസ്വദിക്കാം. അതുപോലെ തന്നെ ചെമ്പക്കര കനാൽ പാലമാണ് ഈ കാണുന്നത്. നമ്മളതിൻ്റെ അടിയിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന ഒരു നല്ലൊരു രസകരമായിട്ടൊരു സംഭവങ്ങളാണ്. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റോ യാത്രയിൽ ഞങ്ങൾ അങ്ങനെ വൈറ്റിലയിലേക്ക് എത്തി. ഏകദേശം 25-30 മിനിറ്റാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ വൈറ്റില ടെർമിനലിലേക്ക് ഞങ്ങൾ എത്തി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ജാക്കറ്റുകളൊക്കെ ഉണ്ട്. അത് പല സ്ഥലങ്ങളിലായിട്ട് ബോക്സുകൾ നിറച്ചിട്ടുണ്ട്. അങ്ങനെ മെട്രോയിൽ വന്ന് പുറത്തേക്കുള്ള വഴിയിലേക്ക് എത്തി. വൈറ്റില ടെർമിനലിലേക്കാണ് വന്നേക്കുന്നത്. ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ടിക്കറ്റ് നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇത് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഔട്ട് ചെയ്യാൻ ഈ ടിക്കറ്റ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ വൈറ്റില എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ യാത്ര നമ്മളിവിടെ തീർക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി തിരിച്ച് ഞങ്ങൾ കാക്കനാടിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് കാക്കനാട് സ്റ്റേഷനിലാണ്. ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള നല്ല സ്ഥലങ്ങളൊക്കെ വൈറ്റില സ്റ്റേഷനിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ വൈറ്റിൽ വന്നു. വൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീണ്ടും കാക്കനാടിലേക്ക് ടിക്കറ്റ് എടുത്തു. ഞങ്ങളിങ്ങ് പോകുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് വിൻഡോ സീറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യമേ തന്നെ ക്യൂ നിന്ന് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി ഞങ്ങൾ ആദ്യം തന്നെ വിൻഡോ സീറ്റ് സ്ഥാനം പിടിച്ചു. അപ്പോൾ നമുക്കിതിനകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫൈനറിയിലേക്കുള്ള പമ്പിങ് ലൈനുകളൊക്കെ പോയേക്കണ ലൈൻസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലൂടെയൊക്കെ പാസ് ചെയ്യണത് ഒരു രസകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു കാൽയാത്ര നടത്താൻ ഏറ്റവും രസകരമായ സ്ഥലമാണ് ഈ കൊച്ചി മെട്രോ.
ഇപ്പോൾ തൊട്ട് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ചീനവലകളുണ്ട്. തൊട്ടടുത്ത വീടുകളിലുള്ളവർക്കൊക്കെ തന്നെ സ്വന്തമായിട്ട് ചീനവല ഉള്ളവരാണെന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങൾ 2 വശങ്ങളിലും ഉള്ള യാത്രയിൽ ഞങ്ങൾ വശങ്ങൾ മാറി തന്നെയാണ് ഇരുന്നത്. അതായത് അവിടേക്ക് പോയപ്പോൾ ഇരുന്ന സ്ഥലത്തല്ല തിരിച്ചു വന്നപ്പോൾ ഇരുന്നത്. അതുകൊണ്ട് തന്നെ കായലിൻ്റെ ഇരുവശങ്ങളിലുള്ള കാഴ്ചകൾ വളരെയധികം ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഇത് ഡ്രൈവറുടെ ഭാഗം വരുന്ന ഭാഗമാണ്, അതായത് ബോട്ടിൻ്റെ സ്ട്രാങ്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ആ ഭാഗത്തേക്കൊന്ന് കയറി നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആരോട് ചോദിക്കാൻ തന്നെ അവിടെ ആരും ഉണ്ടായില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് റിസ്ട്രിക്റ്റഡ് ഏരിയ ആയത് കാരണം കൊണ്ട് പുറത്താണ് നിന്നത്. സാധാരണ പായലുകൾ ഒഴുകി വന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. നേരത്തെ ഇവിടെ ഈ വാട്ടർ മെട്രോ ഒക്കെ സ്ട്രക്കായി പോയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ അടുത്ത സർവീസ് ബോട്ട് പോകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഇതിൻ്റെയും ഒരു വ്യൂ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. എപ്പോഴും എനിക്ക് തോന്നുന്നു അത്യാവശ്യം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം തിരക്കോടുകൂടി തന്നെയാണ് ഇപ്പോൾ വാട്ടർ മെട്രോ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇരുമ്പനം ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇരുമ്പനം പാലമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കാക്കനാട് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ ബോട്ട് അങ്ങനെ അടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വാട്ടർ മെട്രോ യാത്ര ഇവിടെ തീർന്നു. അപ്പോൾ ഈ വെക്കേഷന് ചെറിയൊരു കായൽ യാത്ര നടത്താൻ പറ്റിയൊരു വളരെ തുച്ഛമായ ചിലവിൽ, അതായത് 30 രൂപ ചിലവിലാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. AC-യിലിരുന്ന് നിങ്ങൾക്ക് ഒരു കായൽ യാത്ര നടത്താം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.